ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് മാസം അവസാനത്തോടെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം പച്ച പിടിക്കും. വീടും വാഹനവും വാങ്ങുവാൻ സാധിക്കും. പണം കുന്നോളം കുമിഞ്ഞു കൂടുന്നതാണ്. 30 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഈ അപൂർവമായ ഭാഗ്യം ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് സമ്മാനിക്കുന്നത്. ഇനി പറയുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യം വന്നു ചേരും. ഇത് ജോലി, വിദ്യാഭ്യാസം മുതൽ സാമൂഹിക നില, സാമ്പത്തികമായ വളർച്ച വരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ സ്വാധീനിക്കുന്നതാണ്. മന്ദൻ എന്ന പേരിൻ്റെ ആദ്യ അക്ഷരമായ മ ഉപയോഗിച്ചാണ് ശനിയെ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തുന്നത്. മന്ദൻ എന്ന് പറഞ്ഞാലും ശനി എന്ന് പറഞ്ഞാലും അർത്ഥം പതുക്കെ നടക്കുന്നവൻ, അതായത് പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നാണ്. രണ്ടും ഒരു ഗ്രഹത്തിൻ്റെ ഇരു പേരുകളാണെന്ന് മാത്രം. 360 ഡിഗ്രിയായി ചുറ്റപ്പെട്ട് കിടക്കുന്ന രാശിചക്രത്തിൽ 30 ഡിഗ്രി വീതം വരുന്ന 12 രാശികൾ അടങ്ങിയിട്ടുണ്ട്. നവഗ്രഹങ്ങൾ ഈ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വ്യത്യസ്ത വേഗതയിലാണെന്ന് മാത്രം. ശനി അഥവാ മന്ദൻ ആവുമല്ലോ സ്വാഭാവികമായും ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്നതെന്ന് ഈ പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ്. ശരാശരി 2.5 വർഷക്കാലം അഥവാ 30 മാസം ശനി ഒരു രാശിയിൽ സഞ്ചരിക്കും. 2023 ആദ്യമാണ് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ കുംഭം രാശിയിലെ യാത്ര പൂർത്തിയാക്കി മീനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. 30 വർഷം വേണ്ടിവരും 12 രാശികൾ അടങ്ങിയ രാശിചക്രം ശനിക്ക് ഒരു വട്ടം ചുറ്റി വരുവാൻ. 12 രാശികൾ ഇൻറ്റു 2.5 വർഷം = 30 വർഷം. ചിലപ്പോൾ ഇതിന് ചെറിയ കുറവുകൾ വരാം. ഇപ്പോൾ ശനി കുംഭം രാശിയിലെ യാത്ര പൂർത്തിയാക്കുകയാണ്. ശനി കുംഭം രാശിയിലെത്തുവാൻ ശരാശരി 27.5 വർഷം വേണ്ടിവരും എന്നതാണ് കണക്ക്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 20 വയസ്സുള്ള ഒരാൾക്ക് ശനി കുംഭം രാശിയിൽ വീണ്ടും എത്തുമ്പോൾ 47 വയസ്സ് കഴിയും. 2025 മാർച്ച് 29, അതായത് 1200 മീനം 15 ശനിയാഴ്ച രാത്രി 10:39 ശനി മീനൻ രാശിയിൽ പ്രവേശിക്കുന്നത്. 2027 പകുതി വരെ ശരാശരി 2.5 വർഷക്കാലം ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റം കൊണ്ടുള്ള ഫലം, അതായത് ഗോചരഫലം അഥവാ ചാരഫലം, വളരെയധികം പ്രാധാന്യമുള്ളതായി കരുതുന്നു. 12 രാശികളിൽ 27 നക്ഷത്രങ്ങളിലായി പിറന്ന ആളുകളെല്ലാം ഗ്രഹങ്ങളുടെ രാശി മാറ്റം പലതരത്തിൽ ഗുണമായും ദോഷമായും സമ്മിശ്രമായും ബാധിക്കുന്നതാണ്. അവയിൽ ഏറ്റവും പ്രധാനം ശനിയുടെ രാശി മാറ്റം അതുകൊണ്ടുള്ള ഫലങ്ങളാണ്. 2025 മാർച്ച് 29 രാത്രി മുതൽ 2.5 വർഷക്കാലം മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിൻ്റെ 12ാം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോഴാണ് 7.5 ശനിക്കാലം തുടങ്ങുക. അശ്വതി നക്ഷത്രം മേടരാശിയിൽ പെടുന്നു. അതിനാൽ തന്നെ മീനം രാശി 12ാം രാശിയാണ്. മീനം, മേടം, ഇടവം എന്നീ രാശികളിൽ ഓരോ രാശിയിലും ക്രമത്തിൽ 2.5 വർഷം വീതം ശനി സഞ്ചരിക്കുന്ന 7.5 വർഷത്തിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. 12ാം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മനാട്ടിൽ നിന്നും അകലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഇതിന് തൊഴിൽപരമായ കാരണമോ മറ്റു കാരണമോ ആയിത്തീരാം. വലിയ മുതൽ മുടക്കിയുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ലാഭം കിട്ടുവാൻ വളരെയധികം കാലതാമസം ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങുന്നത് ഉചിതമാകും. 12ലെ ശനി വ്യയം സൃഷ്ടിക്കുന്നതാണ്. ആ ചെലവ് നല്ല കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ജീവിതശൈലി രോഗങ്ങൾ വരുവാൻ ഇടയുള്ള കാലമാണ്. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുക എന്നതും വളരെയധികം ക്ലേശകരമാകും. ക്ഷമയാണ്, സഹനമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ചടുലതയുള്ള പ്രവർത്തന ശൈലി 7.5 ശനിയിൽ പതിഞ്ഞ താളത്തിലായി മാറുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രമായ ഭരണിയിൽ ജനിച്ച ആളുകൾക്ക് 2025 മാർച്ച് 29
രാത്രി ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഏഴര ശനിക്കാലം തുടങ്ങുന്നു. ശരാശരി 30 വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഇത് ആദ്യത്തെയും 60 വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഇത് രണ്ടാമത്തെയും അതിനുമേൽ പ്രായം ചെന്നവർക്ക് മൂന്നാമത്തെയും ഏഴര ശനിക്കാലമായിരിക്കും. 12ാം രാശിയിൽ പ്രവേശിച്ച ശനി ഏതാണ്ട് 2.5 വർഷം ആ നില തുടരുന്നതാണ്. എവിടെയാണോ ജീവിതം കരുപിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും സ്ഥിരമായോ താൽക്കാലികമായോ മാറി നിൽക്കേണ്ടി വരുന്നതാണ്. പണം നിക്ഷേപിക്കുന്നത് വളരെയധികം കരുതലോടെ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുവാൻ ഇടയുള്ള കാലമാണ്. ബന്ധങ്ങളുടെ സ്നേഹോന്മേഷതയ്ക്ക് ഭംഗം വരുന്നതാണ്. പാദത്തെ സംബന്ധിച്ച രോഗങ്ങൾ, വാദം, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ, കടബാധകൾ ഇവ സാധ്യതകളാണ്. നിങ്ങൾക്കൊപ്പമുള്ള മാനസിക നിലവാരം ഇല്ലാത്ത ആളുകളുമായി കൂട്ടുകൂടി അമളി സംഭവിക്കുവാൻ ഇടയുണ്ട്. അലച്ചിൽ വളരെയധികം കൂടുന്നതാണ്. ഗൃഹനിർമ്മാണം ഏഴര ശനിയിൽ വളരെയധികം ഉചിതമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടരാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ ശനിമാറ്റം മൂലം ഏഴര ശനിക്കാലം തുടങ്ങുകയാണ്. ഇടവക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ശനി മാറ്റം 11ാം രാശിയിൽ ആകുകയാൽ അത്യന്തം ഗുണകരമാകുന്നത് മേടരാശിയിൽ ജനിച്ചവർക്കാണ്. പഠനം, ജോലി ഇവയ്ക്കായി അന്യദേശത്ത് അതുമല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാൻ സാധിക്കും. നാട്ടിൽ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമല്ലാത്ത ഷിഫ്റ്റ്, പ്രമോഷൻ കിട്ടാതിരിക്കൽ, വേതന വർധനവ് എന്നിവ ഉണ്ടാകും. തൊഴിൽ സംബന്ധമായി വളരെയധികം അലച്ചിലേറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. സ്വന്തം ബിസിനസ്സിനോട് താല്പര്യം കുറയുന്നതാണ്. ഇടവ രാശിയിലെ കാർത്തിക നാളുകാർക്ക് ആദായ മാർഗം വിപുലീകരിക്കുവാൻ കഴിയുന്ന കാലമാണ്. നിങ്ങളുടെ പദവി വളരെയധികം ഉയരും. സാമൂഹികമായുള്ള അംഗീകാരം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വളരെയധികം ഉന്നതിയിലെത്തും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം. കൂടുതൽ പ്രതിഫലമുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ശനി മാറ്റം 11ാം രാശിയിലേക്കാണ്. തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ മികച്ച സ്വീകാര്യത ലഭിക്കും. സമുന്നതമായ പദവികൾ നിങ്ങൾക്ക് അനായാസം കൈവരുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പ്രശസ്തമാംവിധം പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് നിങ്ങളുടെ കഴിവിലധികമായ ജോലി ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അസൂയാവഹമായ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. അവിവാഹിതരായ ആളുകൾക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭം ഒത്തുവരുന്നതാണ്. പൈതൃക സ്വത്തുക്കളിൽ നടക്കുന്ന വ്യവഹാരം അനുകൂലമായ വിധിയിൽ പര്യവസാനിക്കും. രോഗത്താൽ വളരെയധികം ക്ലേശിച്ചിരുന്ന ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി ആശ്വാസം ഭവിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയായി കയറി താമസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധകളൊട്ടാകെ പരിഹരിക്കുവാനും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇടവ രാശിക്കാരായ മകയിരം നാളുകാർക്ക് ജീവിതം പുഷ്ടിപ്പെടുന്ന കാലമാണ്. ശനി മാറ്റം 11ാം ഭാവത്തിലേക്കാകിയാൽ കർമ്മഗുണം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പദവിയിൽ കയറ്റം, വേതന വർധനവ് എന്നിവ കൈവരുന്നതാണ്. മത്സരാധിഷ്ഠിതമായ കരാറുകളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യത്തിൽ വളരെയധികം സംതൃപ്തി വന്നു ചേരും. കുട്ടികൾക്ക് ശ്രേയസ് ഭവിക്കുന്നതാണ്. പൊതുവെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. മിഥുന രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ ശനി വരികയാൽ കണ്ടകശനി തുടങ്ങുകയാണ്. മുഖ്യമായി കർമ്മരംഗത്തെ നിങ്ങൾക്ക് ബാധിക്കും. തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തൊഴിൽ തേടുന്നത് യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഗുണകരമാകില്ല. വിദേശത്തെ ജോലി ലഭിക്കാം. വലിയ മുതൽ മുടക്കിയുള്ള ബിസിനസ് നിങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതാണ് വളരെയധികം ഉത്തമം. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. മീനം രാശിയിൽ മിഥുനക്കൂറിൻ്റെ 10ാം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കണ്ടക ശനിക്കാലം ആരംഭിക്കുകയാണ്. ചെറുതും വലുതുമായ തൊഴിലുകൾ, സ്വയം സംരംഭങ്ങൾ എന്നിവയെല്ലാം ഏതെങ്കിലും തരത്തിൽ ബാധിക്കപ്പെടാം. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുവാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് തൊഴിലിടത്തിൽ സുഗമത വളരെയധികം കുറയുന്നതാണ്. നിലവിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരുകയാകും നിങ്ങൾക്ക് അഭികാമ്യം. നവീകരണങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം വന്നേക്കില്ല. രാഷ്ട്രീയ പ്രവർത്തകർ എതിർപ്പുകളെ നേരിടേണ്ടി വരും. 4ാം ഭാവത്തിൽ ശനി ദൃഷ്ടി വരികയാൽ ഗാർഹികമായി സ്വൈര്യക്കേടുകൾ തലപൊക്കുന്നതാണ്.
ചെയ്യുന്നതാണ്. വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വാക്കും കർമ്മവും സംശുദ്ധമായിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. ഇടയ്ക്കിടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചാഞ്ചല്യം വരുവാനും ഇടയുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രം മിഥുനം കർക്കിടകം രാശികളിലായി വരുന്നു. മിഥുന രാശിക്കാർക്ക് ശനി 10-ാം ഇടത്തിൽ വരികയാൽ കണ്ടക ശനിക്കാലം തുടങ്ങുകയാണ്. 10-ാം ഇടം തൊഴിലിടമാകിയാൽ തത്സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു ബാധ്യതയായി മാറും. അനുകൂലമല്ലാത്ത ഇടത്തിലേക്ക് സ്ഥലം മാറ്റം ഭവിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായോ മേലധികാരിയുമായോ ഒത്തുപോകുവാൻ കഴിഞ്ഞില്ലെന്ന് വരും. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വ്യാപാര മാന്ദ്യം അനുഭവിക്കേണ്ടി വരുന്നതാണ്. കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ കഴിയാതെ വളരെയധികം വിഷമിക്കുന്നതാണ്. കർക്കിടക രാശിയിലെ പുണർദം നാളുകാർക്ക് ശനി 8-ാം ഇടത്തിൽ നിന്നും 9-ാം ഇടത്തിലേക്ക് പകരുന്നു. ഭാഗ്യഭ്രംശത്തിന് ശനി കാരണമാകുന്നതാണ്. ചുണ്ടിനും കപ്പിനുമിടയിൽ നേട്ടങ്ങൾ കൈവിട്ട് പോകുന്നതാണ്. പിതാവ്, ഗുരുജനങ്ങൾ, പേരക്കുട്ടികൾ എന്നിവർക്ക് 9-ലെ ശനി ഒരു രീതിയിലും ഗുണകരമാകില്ല. ഈശ്വര ഉപാസനകളെല്ലാം തടസ്സപ്പെടുവാനും ഇടവരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. അഷ്ടമ ശനിയായിരുന്നു കഴിഞ്ഞ 2.5 വർഷത്തോളമായി നടപ്പ്. ഇപ്പോൾ ശനി 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ദോഷം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഗുണത്തെ അപഹരിക്കുക എന്നതാണ് 9-ാം ഇടത്തിലെ ശനിയുടെ പ്രവർത്തന രഹസ്യം. ദൈവാധീനം കുറയുന്നതായി അനുഭവപ്പെടും. ഏകാന്തത അനുഭവപ്പെടാം. കുടുംബ പ്രാരാബ്ദം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്നതാണ്. ധാർമ്മിക പ്രവർത്തനങ്ങൾ മുടങ്ങുവാൻ ഇടയുള്ള കാലമാണ്. ദൈവിക സമർപ്പണങ്ങൾ നീണ്ടുപോകുന്നതാണ്. ചില കടപ്പാടുകൾക്ക് നിർബന്ധപൂർവമായി പ്രത്യുപകാര കർമ്മം ചെയ്യേണ്ടി വരും. സഹായിക്കാമെന്ന് വാക്ക് പറയുന്നവർ പിന്മാറുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങൾ അവസാന നിമിഷം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ഗുരു, പിതാവ്, കുടുംബത്തിലെ പുതിയ തലമുറ എന്നിവരുടെ ആശയങ്ങളോട് കലഹിക്കേണ്ടി വരും. ആധ്യാത്മിക ചര്യയ്ക്ക് മുടക്കം വരുവാനും നിങ്ങൾക്ക് ഇടയുള്ള കാലമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. അനിഷ്ടവും ആദിവ്യാധികളും കാര്യവിഘ്നവും സൃഷ്ടിക്കുന്ന 8-ാം ഭാവത്തിലായിരുന്നു ആയില്യം നാളുകാർക്ക് ഇതുവരെ ശനിയുടെ സഞ്ചാരം. ഇപ്പോൾ മുതൽ 9-ാം ഇടത്തിലും 8-ാം ഇടത്തിലും കഠിനമായിരിക്കില്ല. എന്തായാലും ശനി 9-ൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ പ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്ന കാലമാണ്. പിതാവിൻ്റെ സ്വത്ത് അനുഭവത്തിൽ വന്നെത്തുവാൻ തടസ്സങ്ങളുണ്ടാകും. മന്ത്രതന്ത്ര സാധനങ്ങൾ പകുതിയിൽ അവസാനിപ്പിക്കുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായി നിലവിലെ പദവിയിൽ തുടരപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. വീട്ടുകാരുമായി പിണങ്ങി കഴിഞ്ഞിരുന്നവർക്ക് ഇണക്കത്തിലാകുവാനുള്ള സാഹചര്യം ഉദിക്കുന്നതാണ്. ഉപരിപഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുതിയ വീട്, പുതിയ വാഹനം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സ്വന്തമാകുന്നതാണ്. പാരമ്പര്യമായ തൊഴിലുകൾ മനസ്സിലെ മനസ്സോടെ ചെയ്യേണ്ടി വരുന്ന ഒരു കാലം കൂടി നിങ്ങൾക്ക് ഉദയം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.